സഖാക്കളെ, അജണ്ടവായിക്കാണ്. ഒന്ന്, രക്തസാക്ഷി മണ്ഡലം പുഷ്പാർച്ചന. 2, പതാക ഉയർത്തൽ. 3, രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം, സ്വാഗതം, ഉദ്ഘാടനം, റിപ്പോർട്ട് അവതരിപ്പിക്കൽ, ചർച്ച, മറുപടി, ബ്രാഞ്ച് സെക്രട്ടറി തെരഞ്ഞെടുപ്പ്, തൊഴിൽ സമ്മേളന തെരഞ്ഞെടുപ്പ്, ഭാഗവാക്യങ്ങൾ, വേഷാഹ്വാനം, പ്രമേയങ്ങൾ, ഭാവി പരിപാടികൾ. സമരങ്ങൾ നടത്തി ശത്രുവിന്റെ കൊലക്കത്തേക്ക് മുന്നിൽ ധീര രക്തസാക്ഷികളുടെ പാവനകരണയ്ക്ക് മുന്നിൽ ഈ സമ്മേളനം 1000 രക്തപുഷ്പം നടത്തിക്കുന്നു. CPI ജനറൽ സെക്രട്ടറി സഹാബ് സീതാറാം CFP നേതാവ് CPI കേന്ദ്ര കമ്മിറ്റി അംഗമായ സഹാബ് പാർട്ടി മുൻ ജില്ലാ കമ്മിറ്റി അംഗം മുല്ലപ്പള്ളി ശിവരാജൻ, തെലങ്കാനയിലെ സായുധ കർഷക പോരാട്ട നായികയും CPI നേതാവുമായിരുന്ന മല്ലു സ്വരാജ്, പ്രശസ്ത ചലച്ചിത്ര നടി, സംഗീത നാടക അധ്യാപകൻ, ആദ്യ വനിതാ അധ്യക്ഷനുമായ KPSC ലളിത, മാർക്സിസ്റ്റ് സൈദ്ധാന്തികത്വം അദ്ദേഹത്തിന് അന്തരിച്ച ഏറെ പ്രിയങ്കരനായ CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിൽ നടക്കുന്ന CPM പന്മീയം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ സഖാവ് ജയൻ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറെ സമാദരണീയരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യാമാസിന്റെ CITയുടെ നേതാവുകയുള്ള സഖാവ് തെന്നടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യാമാസിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് G അനിൽകുമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യാമാസിന്റെ കോവളം ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ V ഗബ്രിയേൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യാമാസിന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ വിൽസൺ കെ സുരാജൻ, ഇവിടെ നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് കൃഷ്ണൻകുട്ടി, ഏറെ സമാധാനിയായ CPM നേതാക്കൾ, ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്ന പാർട്ടി അംഗങ്ങളും, അതുപോലെ തന്നെ ഈ ഉദ്ഘാടന സെക്ഷനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പാർട്ടി അനുഭാവികളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ 24ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള ഭരണ സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരി മാസം കൊല്ലത്ത് വെച്ചിട്ടാണ് ചേരുന്നത്. അതിന് മുന്നോടിയായുള്ള നമ്മുടെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം 2024 ഡിസംബർ മാസം 21 മുതൽ 23 വരെയുള്ള തീയതികളിൽ നമ്മുടെ ഏരിയ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ചെയ്തത്, കോവളത്ത് വെച്ചിട്ടാണ് സമ്മേളനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായുള്ള കരിക്കുളം ബ്ലോക്ക് സമ്മേളനം ഒക്ടോബർ മാസം 22-ന്. അതിന് മുന്നോടിയായാണ് CPMന്റെ പരിണീയം ബ്രാഞ്ച് സമ്മേളനം ഇവിടെ ചേർന്നത്. കൃത്യമായി പറഞ്ഞാൽ 3 വർഷം പിന്നിടുമ്പോഴാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ ഇവിടെ വീണ്ടും ഒത്തുകൂടിയത്. 2021 സെപ്റ്റംബർ മാസം 21-നാണ് പരിണീയം ബ്രാഞ്ച് സമ്മേളനം, 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനം. കൃത്യമായി 3 വർഷം പിന്നിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ ഈ സമ്മേളനത്തിലൂടെ വീണ്ടും എത്തിച്ചത്. ഈ സമ്മേളന കാലയളവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമരസംഘടനാ പ്രവർത്തനങ്ങൾക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തൊരു കാലത്താണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തിൽ എത്തിച്ചത്. വരുംകാലത്ത് നമ്മുടെ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റാൻ, ഈ പ്രദേശത്തെ CPMന്റെ സംഘടനാ പ്രവർത്തനത്തെ വിപുലപ്പെടുത്താൻ കഴിഞ്ഞൊരു സമ്മേളന കാലയളവിൽ നാം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടാൻ, വരുംകാലത്ത് നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുക അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കരട് പ്രമേയം, ആ കരട് പ്രമേയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിലുള്ള നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി കരട് പ്രമേയം നമുക്ക് ബ്രാഞ്ചിലേക്ക് ചർച്ച ചെയ്യാൻ പാർട്ടി പോൾ ബ്യൂറോ അംഗീകരിച്ചതിന് ശേഷം, കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം നമുക്ക് അയച്ചു നൽകും. അത് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. അങ്ങനെ ഈ നാടിനെ ബാധിക്കുന്ന ആകെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാക്കി നമ്മുടെ സമ്മേളനത്തെ മാറ്റണമെന്നാണ് എനിക്ക് സഖാക്കളോട് ആമുഖമായി സൂചിപ്പിക്കുന്നത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് സോഷ്യലിസം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ഈ നാട്ടിൽ ആ നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ച് ഇന്ന് രാജ്യത്ത് മുന്നോട്ട് വരുന്ന ഇടതുപക്ഷ പാർട്ടികളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഒന്നാമത്തെ പാർട്ടിയായി ഈ രാജ്യത്ത് നിൽക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഒരു
ജനകീയ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിച്ച് അതിലൂടെ സോഷ്യലിസത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നമ്മുടെ നാട്ടിനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുകയും കൃത്യമായി പഠിക്കുകയും അതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയും ചെയ്യുന്ന ഇടപെടലുകൾ നടത്തുന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച്. ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നടക്കുന്ന വിഷയങ്ങളെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിയെ കൃത്യമായ ധാരണയുണ്ട്. ലോകത്തെമ്പാടും ഉണ്ടാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാർവദേശീയ രംഗത്തെ ഇടപെടലുകളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കുന്നത്. നമ്മുടെ ലോകത്താകെ സാർവദേശീയ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലത്താണ് നമ്മുടെ സമ്മേളനം ചെയ്യുന്നത്. നമ്മുടെ ലോകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിലേക്ക് വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിലേക്ക് വരുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായി എന്നതാണ് നമ്മുടെ പാർട്ടി വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായി അങ്ങനെ വിലയിരുത്തപ്പെടുമ്പോഴും സാമ്രാജ്യത്വം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നതാണ് നമ്മുടെ പാർട്ടി കാണുന്നത്. സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അമേരിക്ക അല്ലെങ്കിൽ നമ്മുടെ സഖാക്കൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സമ്മേളനങ്ങളിൽ ചില വാക്കുകൾ എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട്. അത് സാമ്രാജ്യത്വവും